നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ വിമത നീക്കം ശക്തമാകുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിനോട് എതിർപ്പുള്ള എംഎൽഎമാരെ കളം മാറ്റിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. എപിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് എപി നേതൃത്വം. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച പഞ്ചാബിലെ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു. എപിയുടെ 30ഓളം എംഎൽഎമാരുമായി ആശയവിനിമയം നടത്തിയെന്ന അവകാശവാദവുമായി പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് എപി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തത്. ചൊവ്വാഴ്ചയാണ് യോഗം. 30ലധികം എപി എംഎൽഎമാർ ഒരു കൊല്ലത്തോളമായി കോൺഗ്രസുമായി സമ്പർക്കത്തിലുണ്ടെന്നും അവർ പാർട്ടി മാറാൻ തയ്യാറാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവുമായ പ്രതാപ് സിംഗ് ബാജ്വ പറയുന്നു. നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആസന്നമായിരിക്കുകയാണ്. താൽപര്യപ്പെടുന്നുണ്ടാകാം. സംസ്ഥാനത്തെ മുഴുവൻ എംഎൽഎമാരും പ്രവർത്തകരും കെജ്രിവാളിന്റെ പക്ഷത്താണ്. ലുധിയാന വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. പഞ്ചാബ് നിയമസഭയുടെ ഭാഗമാകാൻ ആ മണ്ഡലത്തെ കെജ്രിവാൾ നോട്ടമിടുന്നുണ്ടാകാമെന്നും ബാജ്വ പറഞ്ഞു. പഞ്ചാബിലെ എപിയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും സർക്കാരിൽ മാറ്റമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ പറഞ്ഞതാണ് രാഷ്ട്രീയ ചർച്ചയായത്. 2022 തെരഞ്ഞെടുപ്പിൽ 92 സീറ്റുമായാണ് എപി അധികാരം പിടിച്ചത്. കോൺഗ്രസിന് 18 സീറ്റിൽ വിജയിക്കാനായുള്ളൂ. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം എപിയുടെ അവസാനത്തിന് തുടക്കമാണ്. കെജ്രിവാളും ഭഗവത് മാനും വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഒഴിഞ്ഞുകിടക്കുന്ന ലുധിയാന മണ്ഡലത്തിൽ കെജ്രിവാൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമാകാനാണ് ശ്രമമെന്നും പ്രതാപ് സിംഗ് ബാജ്വ പറഞ്ഞിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയാകാനുള്ള കെജ്രിവാളിന്റെ നീക്കമെന്ന് ബിജെപി നേതാവ് സുഭാഷ് ശർമ്മയും അഭിപ്രായപ്പെട്ടു. 70-67 എംഎൽഎമാരുമായി ഡൽഹി ഭരിച്ചിരുന്ന എപിക്ക് ഇത്തവണ 22 സീറ്റിലെ ജയിക്കാനായുള്ളൂ. കെജ്രിവാൾ, മനീഷ് സിസോദിയ, സൗരഭ് ഭരദ്വാജ്, സോമനാഥ് ഭാരതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തോൽക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസിന്റെ അവകാശവാദങ്ങളെ നിരാകരിച്ച എപി വക്താവ് നീൽ ഗാർഗ് രംഗത്തെത്തി. കെജ്രിവാൾ തങ്ങളുടെ ദേശീയ കൺവീനറാണ്, മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ തുടർച്ചയായ 3-ാം തവണയും ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. 2022 പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 18 എംഎൽഎമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 27 തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുറയും. സംസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കൂ, എന്താണ് അവരുടെ പ്രകടനം? ഗാഗ് ചോദിച്ചു. കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തതിനെ കുറിച്ചാണ് ബാജ്വ ആശങ്കപ്പെടേണ്ടതെന്നും ഗാർഗ് കൂട്ടിച്ചേർത്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എപി വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകാൻ നീക്കം നടത്തുന്നതായി കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. പഞ്ചാബ് നിയമസഭയിൽ ഒഴിവുള്ള ഒരു സീറ്റും ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ദിവസങ്ങൾക്ക് മുൻപുള്ള പ്രസ്താവനയും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. എന്തായാലും ഡൽഹി ഭരണം കയ്യിൽ നിന്ന് പോയതോടുകൂടി ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആകെ പ്രതീക്ഷ പഞ്ചാബിൽ നിലനിൽക്കുന്ന ഭരണം മാത്രമാണ്. ലുധിയാനയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റിൽ കെജ്രിവാൾ മത്സരിക്കുമെന്നും പോയ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ പിടിക്കുമെന്നുള്ള വാർത്തകൾ ആദ്യഘട്ടം മുതൽ തന്നെ വന്നിരുന്നു. എന്നാൽ അതിനെ കുറച്ചുകൂടി ശരിവെക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള ആളുകളുടെ പ്രസ്താവനകൾ. എന്തായാലും ഡൽഹിയിൽ ബിജെപി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പഞ്ചാബിൽ ഒരു അസ്ഥിരത വരുന്ന സാഹചര്യത്തിൽ എപിയിലെ 30ഓളം എംഎൽഎമാർ കോൺഗ്രസിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും എപിയുടെ സാധ്യതകളും സ്വാധീനവും കുറയുന്നു എന്നുള്ള വിലയിരുത്തലും സജീവമാണ്.